പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ചെന്താമരയ്ക്ക് പാലക്കാട് സെഷൻസ് കോടതി ജാമ്യത്തിൽ ഇളവ് നൽകിയത്. ചെന്താമര നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. 2022 മെയ്യിലായിരുന്നു ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, കോടതിയിൽ കൃത്യമായി തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായേക്കാം എന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണോ മനസ്സിലാകുന്നത്? ദിവ്യ, ഇന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിത കൊല്ലപ്പെട്ട് ജയിലിലായിരുന്നു ഈ ചെന്താമര എന്ന ഈ കൊലയാളി ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ജാമ്യം നൽകിയിരുന്നു. പക്ഷേ ജാമ്യം ഉപാധികളോടെയുള്ള ജാമ്യമാണ് അന്ന് കോടതി നൽകിയിരുന്നത്. അന്ന് ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറാൻ പാടില്ല എന്നുള്ളതായിരുന്നു പ്രധാന ഉപാധിയായി വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ ചെന്താമര ഈ കോടതിയെ സമീപിക്കുകയും കോടതിയോട് താൻ ഒരു ഡ്രൈവറാണ്, അതുകൊണ്ട് ഈ തൻ്റെ ജോലി ആവശ്യാർത്ഥം ഈ എല്ലാ ഭാഗങ്ങളിലും പോകേണ്ടി വരും എന്നുള്ളത് ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഇതൊരു ക്രമസമാധാന പ്രശ്നമാകും, ഈ ചെന്താമര എന്ന വ്യക്തി ഈ നെന്മാറ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഈ പോത്തുണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഈ മറ്റാളുകളുടെ, അതായത് ഈ സുധാകരൻ്റെയും കുടുംബത്തിൻ്റെയും ജീവന് ഒരു പ്രശ്നമാകും. അതോടൊപ്പം തന്നെ മറ്റാളുകൾക്കും ചില പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ കോടതി ഇയാളുടെ ഈ ചെന്താമര എന്ന പ്രതിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ജാമ്യത്തിൽ ഇളവ് നൽകുകയും ഈ ഉപാധികൾ എടുത്തു കളയുകയുമാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ കൊലപാതകം എളുപ്പത്തിൽ ചെയ്യാൻ സാധ്യമായതും. ഈ സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കോടതി ചില വസ്തുതകൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. ഈ സാക്ഷികളെ സ്വാധീനിക്കും, അതോടൊപ്പം തന്നെ സാക്ഷികളുടെ ജീവന് ഭീഷണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മിക്ക കേസുകളിലും ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ കോടതികൾ മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത് ചെയ്യുക. എന്തായാലും